ഞാനിന്നൊരു ബട്ടറിൻ്റെ റെസിപ്പിയാണ് ഇടുന്നത്. ഞാൻ ഓരോ ഗ്ലാസ് പാലേ വാങ്ങാറുള്ളൂ. പക്ഷേ ആ പാലിൻ്റെ എല്ലാം ഞാൻ ഇതെടുത്ത് വെക്കും, പാട എടുത്ത് വയ്ക്കും. പാട എടുത്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചേക്കും. ഒരു 15 ദിവസം കൂടുമ്പോൾ തന്നെ എടുത്തു കഴിഞ്ഞാൽ എനിക്കൊരു 200 നെയ്യൊക്കെ കിട്ടാറുണ്ട്. ഞാൻ ഇന്നിപ്പോൾ ഇത് ചെയ്യാണ്. ആ എടുത്ത പാട ഞാൻ അടിക്കാൻ പോവുകയാണ്. അടിക്കുക എടുത്ത് വെച്ചിട്ട് നന്നായി നെയ്യ് കിട്ടും നമുക്ക്. ഇത് കൊളസ്ട്രോൾ ഉണ്ടാകും എന്നുള്ള പേടിക്കാനുമില്ല. നമുക്ക് അതിൽ നെയ്യ് എടുക്കുകയും ചെയ്യാം. പാല് കാച്ചി തണുപ്പിച്ചതിന് ശേഷം ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ മതി. ഇതാണ്ട നെയ്യ് വന്നേക്കുന്നത് പെട്ടെന്ന് നെയ്യായി വരും. നമ്മൾ 2 ഐസ് ക്യൂബ് ഇട്ടിട്ട് അങ്ങ് അടിച്ചാൽ മതി. അന്നേരം നല്ലോണം നെയ്യായി വരും. ഈ നെയ്യ് നമുക്ക് ബട്ടറാക്കി എടുത്ത് വെക്കാം. ഇന്നിപ്പോൾ ഞാൻ ബട്ടറാക്കി വെക്കാം. നെയ്യ് ഇരിപ്പുണ്ട് എനിക്ക്, അതുകൊണ്ട് ഇന്ന് ഞാനിത് ബട്ടറാക്കി തന്നെ എടുത്ത് വെക്കാൻ പോവുകയാണ്. പക്ഷേ ഇത് മൈദയൊന്നും കൂട്ടുന്നില്ല, അല്ലാതെ തന്നെ നമുക്ക് ഡെയിലി യൂസിന് വെക്കുന്നതല്ലേ. അപ്പോൾ നമുക്കത് ഫ്രിഡ്ജിലേക്ക് വെച്ചേക്കാമല്ലോ. അതുകൊണ്ട് ഞാനിങ്ങനെ ഇന്ന് ബട്ടറാക്കി എടുക്കാൻ പോവുകയാണിത്. പാൽപ്പാട എടുത്ത് വെച്ചാൽ 1 ഗ്ലാസ് പാൽ വെച്ചേ ഞാൻ വാങ്ങുന്നുള്ളൂ. പക്ഷേ എന്നും ഞാൻ അതിൻ്റെ പാട വൈകുന്നേരം തിളപ്പിച്ച് വെക്കും. രാവിലത്തേക്കുള്ള ചായക്കുള്ള പാലാണ്. ഞാൻ രാവിലെ നോക്കുമ്പോൾ അതിനകത്ത് പാട കാണും. ആ പാട എടുത്ത് ഞാൻ ഫ്രീസറിൽ വയ്ക്കും. ഒരു പാത്രത്തിലിട്ട് ഫ്രീസറിൽ, ഒരു എയർ ടൈറ്റായിട്ടൊരു പാത്രത്തിലിട്ട് ഫ്രീസറിൽ വയ്ക്കും. എന്നിട്ട് ആ പാടയാണിത്. ഇത് 15 ദിവസത്തെ പാടയാണിത്. എനിക്കിത് ഉരുക്കിയാൽ 200 നെയ്യ് കിട്ടും. പക്ഷേ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ബട്ടറാക്കി എടുക്കും. എല്ലാ പ്രാവശ്യവും എനിക്ക് 200 നെയ്യ് വെച്ച് കിട്ടാറുണ്ട്. ഇനി ഞാനിത് ബട്ടറാക്കി സൂക്ഷിക്കുകയാണ്. ആ നെയ്യെല്ലാം ഞാൻ അരിച്ചെടുക്കുകയാണ്. ബട്ടർ ഫുള്ളും ഇതായിട്ട് നല്ലോണം കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ ആ പാലിൻ്റെ കളർ നല്ലപോലെ പാലിൻ്റെ മയം കളയണം നന്നായിട്ട്. അതിലൊക്കെ പിടിച്ചിരിക്കുന്നത് ഞാൻ എടുക്കുക. ഇതിലൊക്കെ പിടിച്ചിരിപ്പുണ്ട്, അതൊക്കെ ഞാൻ എടുക്കുകയാണ്. എല്ലാം ചെയ്യും. 1 ഗ്ലാസ് പാലിൽ നിന്ന് അങ്ങനെ ബട്ടർ കിട്ടുന്നത് എങ്ങനെയാണ്? 1 ഗ്ലാസ് പാലിൽ നിന്ന് നമുക്ക് ആ പാട എന്നും കൃത്യമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ ഡെയിലി നമുക്കത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വൈകുന്നേരം പാല് കാച്ചിച്ച് അത് തണുത്ത് കഴിയുമ്പോൾ എടുത്ത് ഫ്രിഡ്ജിലോട്ട് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആ പാട എടുക്കാൻ പറ്റും. നമുക്ക് നന്നായി കിട്ടുകയും ചെയ്യും. എന്നിട്ട് ഞാൻ അതിനകത്ത് മോരോ തൈരും ഒന്നും ഒഴിച്ചിട്ടില്ല, ഉറവൊന്നും ഒഴിച്ചിട്ടില്ല. അല്ലാതെ തന്നെ ഫ്രീസറിൽ വെച്ചിരിക്കുകയായിരുന്നു. ഈ ഫ്രീസറിൽ നിന്ന് ഇതെടുത്ത് നമ്മൾ അടിക്കുമ്പോൾ നല്ല കട്ടിയുള്ള പാല് പോലെ പാല് വേറെ തിരിഞ്ഞു വരികയും ചെയ്യും. അത് നമുക്ക് ഒഴിക്കുകയോ അത് നല്ലോണം കാച്ചി നല്ലോണം തിളപ്പിച്ച് ഞാൻ കുറുക്കിയെടുത്ത് അത് പാലാക്കി തന്നെ എടുക്കും ഞാൻ. എന്നിട്ട് അത് ഞാൻ ഒഴിച്ച് വെക്കും. ഇത് കണ്ടോ, ഇതിൻ്റെ ആ നെയ്യുടെ ഇതെല്ലാം പോകാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ കഴുകുന്നത്. നന്നായി കഴുകി അത് ഞാൻ വെള്ളത്തിന് നല്ല പാലിൻ്റെ കളറ് മാറിയിട്ട് വെള്ളത്തിൻ്റെ കളറാകുന്ന അത്രയും നേരം ഞാനിത് കഴുകിയെടുക്കും. നമുക്ക് 1 ഗ്ലാസ് പാലിൽ നിന്ന് ഇത്ര നെയ്യ് കിട്ടുമോ നമ്മൾ വിചാരിക്കും. 15 ദിവസം കൂടുമ്പം നമുക്ക് 200 നെയ്യ് കിട്ടും. അത് കറക്റ്റായിട്ട് പാട എടുത്ത് വെച്ചാൽ. പിന്നെ ഒരു 1/2 ലിറ്റർ പാലൊക്കെ വാങ്ങുന്നവർക്കാണൊക്കെ ആണെങ്കിൽ വേഗം നെയ്യാക്കാൻ പറ്റും. ഇതൊരു ഗ്ലാസ് പാലിൽ നിന്നുള്ള നെയ്യാണ്. 15 ദിവസത്തെ നെയ്യാണിത്. പാടയാ 15 ദിവസത്തെ പാട. ശ്രദ്ധിച്ചെടുത്ത് വെക്കുമ്പോൾ നല്ല പാട കിട്ടും. അതെടുത്തിട്ട് ഞാനിങ്ങനെ കണ്ടോ ആ വെള്ളം തെളിഞ്ഞ് വരുന്നത്രയും ഞാൻ വെള്ളം മാറ്റി എടുക്കുകയാണ്. ഉണ്ടോ, ഞാനതെടുത്ത് ഒരു ബട്ടർ പേപ്പറിലേക്ക് വെച്ചിട്ട് അതൊന്ന് ഷെയ്പ്പാക്കി എടുക്കുകയാണ്. ഇതിങ്ങനെ തന്നെ പൊടിഞ്ഞങ്ങ് ഫ്രിഡ്ജിൽ വെച്ചാൽ അവിടെ തന്നെ ഇരുന്നോളൂ. അത് ഫ്രിഡ്ജിലിരിക്കുമ്പോൾ അതങ്ങ് ഉറച്ചിരുന്നോളും. കണ്ടോ, ബട്ടറാക്കി എടുത്ത് വെച്ചു. നമുക്കഥവാ നെയ്യില്ലാന്ന് വേണ്ട, പെട്ടെന്ന് ഇതെടുത്ത് ഉരുക്കി നമുക്ക് നെയ്യാക്കുകയും ചെയ്യാം. കണ്ടോ, ആ ഷെയ്പ്പ് കണ്ടില്ലേ? ഒരു ഓവൽ ഷേപ്പിൽ ഞാനിങ്ങനെ ആക്കി വെച്ചു. അങ്ങനെ തന്നെ ഇരുന്നോളൂ ഇത്. ഇത് നമുക്ക് പാത്രത്തിൽ ടൈറ്റായിട്ടുള്ള പാത്രം ഉണ്ടെങ്കിൽ ചെറിയ പാത്രത്തിനകത്ത് ആക്കി അവിടെ അടച്ചു വെച്ചിരുന്നാൽ നന്നായി അവിടെ ഇരുന്നോളും.